everyone, welcome to Ace Chemistry. ഇന്ന് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന മൊഡ്യൂളാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അതിൽ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, അതിൽ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും അതിന്റെ ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ് ഓർബിറ്റലൊക്കെ എങ്ങനെ ഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടു. പിന്നെ നമുക്ക് അതിന്റെ ഒപ്പം തന്നെ പറയാനുള്ള കാര്യമാണ് സിമെട്രി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ പറയുന്നില്ല, അതിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സിമെട്രി ഓഫ് ഓർബിറ്റൽ, അതായത് നമ്മുടെ സിഗ്മ എംഒയും അതുപോലെ പൈ എംഒയും അതിന്റെ ബോണ്ടിങ്ങും ആന്റി ബോണ്ടിങ്ങും ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ സിമെട്രിന്റെ കാര്യം, ഉണ്ടാവുന്ന ഈ എംഒസ് അതിന്റെ സിമെട്രി എന്തായിരിക്കും എന്നുള്ളത്. സിമെട്രി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ജെറേഡ് ആണോ അൺജെറേഡ് ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജെറേഡ് അൺജെറേഡ് ഈ ടേമുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ജെറേഡ് പറഞ്ഞ എന്താ അർത്ഥം? അതിന് സിമെട്രി ഉണ്ട് അല്ലെങ്കിൽ സെൻട്രോ സിമെട്രി ഉണ്ട് എന്നാണ് ജെറേഡിന്റെ അർത്ഥം. നമ്മളൊരു മോളിക്യൂളിനെ നമ്മളത് റൊട്ടേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിന് ഒരു അതിന്റെ ആക്സിസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓറിയന്റേഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫേസ് ചേഞ്ച് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നിൽക്കാന്നുണ്ടെങ്കിൽ അത് ജെറേഡ് ആണ്. ഇനി ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ അൺജെറേഡ് ആണ്. എക്സാമ്പിൾ വെച്ച് എളുപ്പം മനസ്സിലാവും. നമുക്ക് ഈ ഡെഫിനേഷൻ ആവശ്യമില്ല. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, സപ്പോസ് നമ്മൾ പഠിക്കാൻ പോകുന്ന മോളിക്കുലർ ഓർബിറ്റൽ സിഗ്മയുടെയും പൈന്റെയും ജെറേഡ് അൺജെറേഡ് ആണ് പഠിക്കാൻ പോകുന്നത്. പി അല്ല പൈ കേട്ടോ. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന അറ്റോമിക് ഓർബിറ്റൽ എടുത്ത് നോക്കാം. അറ്റോമിക് ഓർബിറ്റൽ എടുത്ത് നോക്കാനാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പി ഓർബിറ്റൽ എടുക്കാന്ന് വെച്ചോളൂ. ഇത് പി എക്സ് ആണ് വിചാരിക്കാം. പി എക്സ് ആണ്. പി എക്സ് എങ്ങനെയാ? പ്ലസ് മൈനസ് ഇങ്ങനല്ലേ പി എക്സ്. ഇത് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വെച്ചോളൂ. അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ജോമെട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷേപ്പ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് പ്ലസ് ആയിട്ട് മാറിയിട്ട് തല തിരിയുമല്ലോ റൊട്ടേറ്റ് ചെയ്ത് വെക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എന്താണ് പി എക്സ് ഓർബിറ്റൽ എന്ന് പറയുന്നത് അൺജെറേഡ് ആണ്. കാരണം എന്ത് കിട്ടി? ഇത് സിമെട്രി ഇല്ലാത്തതാണ്. സിമെട്രി ഇല്ല പറയാൻ കാരണം എന്താ? നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓറിയന്റേഷൻ മാറാം, അല്ലെങ്കിൽ ഇതിന്റെ ഫേസ് മാറാണ്. ഇവിടെ പ്ലസ് മൈനസ് ആയി, മൈനസ് പ്ലസ് ആയി. അതുകൊണ്ടാണ് പി അൺജെറേഡ് ആവുന്നത്. നേരെ മറിച്ച് നമ്മൾ ഡി ഓർബിറ്റൽ എടുക്കാൻ വിചാരിച്ചോളൂ. ഡി ഓർബിറ്റൽ എടുക്കുമ്പോഴോ വരച്ച് നോക്കാനാണെങ്കിൽ നമ്മളിപ്പോ ഡി സെഡ് സ്ക്വയർ എടുത്ത് നോക്കാം കേട്ടോ. ഡി സെഡ് സ്ക്വയർ ആണ് നമ്മൾ എടുക്കുന്നത്. എങ്ങനെ വരും? എങ്ങനെ നമ്മൾ ഡി സെഡ് സ്ക്വയർ വരയ്ക്കാറ്? അപ്പൊ ഇവിടെ പ്ലസ് പ്ലസ് മൈനസ് മൈനസ്. ഓക്കെ, ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ, ഇത് റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് സിമെട്രി മാറുന്ന കാണാൻ പറ്റുമോ? നോക്കിയൊന്ന് റൊട്ടേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഇതേപോലെ തന്നെ കിട്ടുക. കാരണം മുകളിലും താഴെയും പ്ലസും പ്ലസും, ഇവിടെ മൈനസും മൈനസും. ആ കേസിൽ എന്ത് ചെയ്യില്ല, സിമെട്രി മാറുന്നില്ല. ഡി സെഡ് സ്ക്വയർ. അപ്പൊ ഡി സെഡ് സ്ക്വയർ ജെറേഡ് ആണ്. അതുപോലെ ഏത് ഡി ഓർബിറ്റൽസ് 5 എന്താണ്? ജെറേഡ് ആണ്. പക്ഷെ പി ഓർബിറ്റൽ എന്താണ്? പി എല്ലാതും അൺജെറേഡ് ആണ്. ക്ലിയർ ആയി? ഇങ്ങനെയാണ് നമ്മൾ സിമെട്രി കാണുന്നത്. അപ്പൊ നമ്മൾ റൊട്ടേറ്റ് നോക്കുകയാണ് വേണ്ടത്. നമ്മൾ കേസിലേക്ക് വരാം. നമുക്ക് വേണ്ടത് ഏതാ? മോളിക്കുലർ ഓർബിറ്റൽ അല്ലെ? മോളിക്കുലർ ഓർബിറ്റൽ ആകുമ്പോൾ സിഗ്മയും പൈ നമുക്കൊന്ന് എന്ത് ചെയ്യാം, വരച്ചു നോക്കാം. എന്നാണ് ഇത് ക്ലിയർ ആവുള്ളൂ. അപ്പൊ നമുക്ക് സിഗ്മ, നമ്മൾ ഓർബിറ്റൽ ഏതൊക്കെയൊന്നും എഴുതാം കേട്ടോ. സിഗ്മ ഉണ്ട്, സിഗ്മ സ്റ്റാർ ഉണ്ട് അല്ലെ? പിന്നെ പൈ ഉണ്ട്, പൈ സ്റ്റാർ ഉണ്ട്. പിന്നെയോ ഇത് എസിന്റെ സിഗ്മ ആയിട്ട്, ഇത് എസിന്റെ ആണ്. പിന്നെ പിന്റെ എന്തുണ്ട്? പി സെഡ് സിഗ്മ ഉണ്ട്. അതിന്റെയും സിഗ്മ ഉണ്ട്, സിഗ്മ സ്റ്റാർ ഉണ്ട്. ഇത്രയും നമുക്കുണ്ട് വെറൈറ്റി ഓഫ് അല്ലെ? ഇത്രയാണ് ഉള്ളത്. എസിന്റെ സിഗ്മ സ്റ്റാർ ബോണ്ടിങ് ആന്റി ബോണ്ടിങ്. പിന്നെ പി എക്സും പി വൈ ഒക്കെ വരുമ്പോ ഏതാ? പി എക്സും പി എയും വരുമ്പോൾ നമുക്ക് പൈയും പൈ സ്റ്റാറും വരും. പിന്നെ സിഗ്മ ഫോം ചെയ്യുന്നത് പി സെഡ് ആണ്, അതിന്റെ ആന്റി ബോണ്ടിങ് വരും. ഇത്ര ഡിഫറെന്റ് ടൈപ്സ് വരും. അപ്പൊ എന്തുണ്ട്? നമുക്ക് ഇത്രയും ഓർബിറ്റൽസിന്റെ, മോളിക്കുലർ ഓർബിറ്റൽസിന്റെ സിമെട്രി നമുക്ക് അറിയണം. ജെറേഡ് ആണോ അൺജെറേഡ് ആണോ നമുക്ക് അറിയണം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 2 1s ഓർബിറ്റൽ എടുക്കുകയാണ്. 2 1s അറ്റോമിക് ഓർബിറ്റൽ. ഇവിടെ 1s. ഇതിന്റെ എന്ത് ചെയ്യുന്നു? അഡീഷൻ ആണ്. നമുക്ക് എന്ത് കിട്ടും? രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആണ്. ഇവിടെ പ്ലസ് ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? പ്ലസ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് കിട്ടും? പ്ലസ് പ്ലസ്. രണ്ടും പ്ലസ് പ്ലസ്. രണ്ടിന്റെ ന്യൂക്ലിയസ് ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിന്റെ ഇമേജ് കണ്ടതാണ്, എന്നാലും ജസ്റ്റ് സിമെട്രി നോക്കാൻ വേണ്ടി വരയ്ക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന പറയുന്നത് എങ്ങനെയാണ്? മോളിക്യൂൾ കിട്ടുമ്പോൾ അതിന്റെ സിമെട്രി എങ്ങനെയായിരിക്കും? ഇത് എസ് സിഗ്മ ആയതുകൊണ്ട് അല്ലെ? സിഗ്മ ആയതുകൊണ്ട് അവിടെ ഇന്റർന്യൂക്ലിയർ ആക്സിസിന് എലോങ് ആയിട്ടായിരിക്കും വരിക. പിന്നെ സിമെട്രി ഉണ്ടായിരിക്കും. മുകളിലും താഴെ ഇലക്ട്രോൺ ഡെൻസിറ്റി സെയിം ആണ്. ഇവിടെ 2 ന്യൂക്ലിയസ് ഉണ്ട്. പ്ലസും പ്ലസും ആണ് അല്ലെ? ക്ലിയർ ആയ ഡൗട്ട് ഒന്നുമില്ല. ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത്? സിഗ്മ എംഒ എന്ന് പറയുന്നത്. സിഗ്മ ഇവിടെ 1s ആയതുകൊണ്ട് സിഗ്മ 1s കൊടുക്കാം. ബോണ്ടിങ് ആണ്, ബോണ്ടിങ് എംഒ ആണ് ഇത്. ഓക്കെ, ഇത് നമ്മള് സിമെട്രി കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം.
ഈ ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ ഇതിന് അലോങ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഇത് ഒന്ന് ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ്, അതായത് എങ്ങനെ പറയാ, നമ്മൾ സപ്പോസ് ഇങ്ങനെ ഒരു സാധനമല്ലേ, അതായത് ഇങ്ങനെ തിരിച്ച് ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. എന്താ ഞാൻ പറയാം, കാണിക്കാൻ നമുക്ക് ഓൺലൈൻ കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഒന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് തിരിക്കുക. നമ്മൾ ഇങ്ങനെ ഒരു വടി കൈ പിടിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ആലോചിച്ചാൽ മതി. ഇത് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യില്ലേ, അങ്ങനെ ഒരു സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കറക്കൂലേ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സിഗ്മ 1s നമ്മൾ അങ്ങനെ രണ്ട് രീതിയിൽ റൊട്ടേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, നമ്മൾ ആദ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് എന്തുണ്ട്, സിമെട്രി ഉണ്ട്. കാരണം എന്താ, ഇവിടെ രണ്ടിടത്തും പ്ലസും ആണ്. നമ്മളിത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ഇതെന്തേ ഉള്ളൂ, ഒന്ന് ഈ പ്ലസ് ഉള്ളത്, ഈ പ്ലസ് ഇവിടെ എത്തും, ഈ പ്ലസ് ഇവിടെ എത്തും. ഇവ രണ്ടും പ്ലസ് തന്നെയാണ്, അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇത് ജെറേഡ് ആണ്. ഓക്കെ, നമ്മൾ ഈ രണ്ട് ആക്സിസിനും അലോങ് ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സിമെട്രി എന്ന് പറയുന്നത് പ്ലസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവിടെ എന്തുണ്ട്, ജെറേഡ് ആണ് നമ്മുടെ സിഗ്മ 1s എന്ന് പറയുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻസ് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആന്റിബോണ്ടിങ് എടുത്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ 1s നമ്മൾ ആന്റിബോണ്ടിങ് ചെയ്യാണ്. എങ്ങനെ ആന്റിബോണ്ടിങ് ചെയ്യാം? ഓക്കെ, ആന്റിബോണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഇന്ററാക്ഷൻ ആണ് അല്ലെ. സ്ലോ ആണല്ലോ. അതായത് ഇവിടെ 1s ഓർബിറ്റല് 1s ഉണ്ട്, ഇത് സബ്ട്രാക്ട് ചെയ്യാം കേട്ടോ. വേറെ അടുത്തൊരു 1s ആയിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇവിടെ എന്തുണ്ട്, ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. അപ്പോഴോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ ഇവിടെ സംഭവിക്കുന്നത് സബ്ട്രാക്റ്റീവ് ഇന്ററാക്ഷൻ ആണ്. അതായത് രണ്ടും കൂടി ഇവിടെ പ്ലസും ഇവിടെ മൈനസും വരും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഉണ്ട്, രണ്ട് ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഫൈനൽ ചെയ്ത് കിട്ടുന്ന എംഒ എങ്ങനെയാണ് നിൽക്കുക, എംഒ ഇങ്ങനെയാണ് നിൽക്കുക. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും അല്ലെ, ആന്റിബോണ്ടിങ് ആയതുകൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ഇവിടെ പ്ലസ് മൈനസ് ഇങ്ങനെയാണ് സംഭവം നിൽക്കുന്നത്. ഓക്കെ, ഇത് പറയുന്നത് എന്താണ്, നമ്മൾ സിഗ്മ സ്റ്റാർ ആണ് പറയുന്നത്. സിഗ്മ സ്റ്റാർ 1s ആണ് നമുക്ക് കിട്ടിയത്. ഇതിന്റെ സിമെട്രി എന്ന് പറയുമ്പോൾ നോട് വൃത്തിക്ക് വരയ്ക്കാട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതിന്റെ സിമെട്രി പറയുന്നത് എന്തായിരിക്കും, സിമെട്രി ഉണ്ടോ അതിന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. ആദ്യം നമ്മൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തില്ല, കുഴപ്പമൊന്നുമില്ല അല്ലെ. എന്ത് ചെയ്യും, ഒന്ന് അങ്ങോട്ട് തിരിയും എന്നല്ലാതെ വ്യത്യാസം വരില്ല, ഡിഫറൻസ് വരില്ല. പക്ഷെ നമ്മൾ ഈ സമയം നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യില്ലേ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ ഈ പ്ലസ് ഇതിലുള്ളത് ഇവിടെത്തും, ഇവിടെത്തും. അതായത് എങ്ങനെയായിട്ട് മാറും, ഇങ്ങനെയായിട്ട് മാറും. ഇവിടെ പ്ലസ് ഇവിടെ മൈനസോ. ആ റൊട്ടേഷൻ മനസ്സിലായി, നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക അല്ലെ, എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയില്ല, അത് ആ റൊട്ടേഷൻ ആണ്. എല്ലാവരും മനസ്സിലായി വിചാരിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് ഓൺലൈനിൽ പറയാൻ കഴിയും. ഓക്കെ, അപ്പോ അതുകൊണ്ട് എന്താണ്, ഇവിടെ എന്തില്ല, സിമെട്രി ഇല്ല. അപ്പൊ ഇവിടെ സിഗ്മ സ്റ്റാർ 1s എന്ന് പറയുന്നത് എന്താണ്, അൺജെറേഡ് ആണ്. ബിക്കോസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ മൈനസ് ഇവിടെയും പ്ലസ് അപ്പുറത്തായിട്ട് ഇങ്ങനെ ആയിട്ട് മാറും. അതുകൊണ്ടാണ് എന്തുള്ളത്, ഈ 1s എന്തില്ല, ഏത് 1s ആന്റിബോണ്ടിങ് കേട്ടോ, ബോണ്ടിങ്ങിന് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ എന്ത് പറയാം, സിഗ്മ 1s ആയാലും 2s ആയാലും ഇവിടെ എസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് ജെറേഡ് ആണ്. നേരെ മറിച്ച് സിഗ്മ സ്റ്റാർ എസ് എന്ന് പറയുന്നത് എന്താണ്, അൺജെറേഡ് ആണ്. ഇതാണ് നമുക്ക് ഇന്ന് മനസ്സിലായത്. ക്ലിയർ ആയി? അപ്പൊ എസിന്റെ കാര്യം തീരുമാനമായി. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, പീസഡ് എടുത്തു നോക്കാം. സിഗ്മ പീസഡ് വേണം നമുക്ക്, അത് എടുത്തു നോക്കാം. അതിന്റെ കഥ എന്താണ്, അതെങ്ങനെ വരുന്നത്, സിഗ്മ പീസഡ് വരെ നമുക്ക് പീസഡ് ഒന്നെടുത്തു, പ്ലസ് മൈനസ്. ഇനി അടുത്തത് അവിടെ പ്ലസ് എഴുതാം കേട്ടോ, ഇന്ററാക്ഷൻ കാണിക്കാൻ പ്ലസ് ആയിരിക്കും ഒന്നുകൂടി സുഖം. ഓക്കെ, പ്ലസും കൂടി ചേരണം. ഓക്കെ, മൈനസ് ഇങ്ങനെയല്ലേ. അപ്പൊ എന്ത് കിട്ടും, രണ്ടും കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, കിട്ടുന്ന എംഒ എന്ന് പറയുന്നത് എങ്ങനെ വരും, ഇങ്ങനെയാണ് വരാം. ഇങ്ങനെ വരും. ഇത് ഏതാ, ബോണ്ടിങ് എംഒ, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയിട്ടുള്ള ബോണ്ടിങ് എംഒ, സിഗ്മ പീസഡ് ആണ് കിട്ടുന്നത് കേട്ടോ. സിഗ്മ പീസഡ് ആണ് ഇത്. ഇത് ബോണ്ടിങ് എംഒ അല്ലെ, BMO ആണ്. ഇതിന്റെ അവസ്ഥ എന്താ, ഇതിന് ഇവിടെ മൈനസും ഇവിടെ പ്ലസും, ഇങ്ങനെയാണ് ഇതിന്റെ സിമെട്രി വരുന്നത്. ഇത് ജെറേഡ് ആണോ അൺജെറേഡ് ആണോ, എന്ത് ചെയ്യാ, റൊട്ടേറ്റ് നോക്കി. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും തിരിഞ്ഞു വരുന്നല്ലാതെ ഇവിടെ വ്യത്യാസം വരുന്നില്ല, ഇതേപോലെ തന്നെ കിട്ടും. പക്ഷെ നമ്മൾ മറ്റേ പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ, അങ്ങ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴോ, അങ്ങ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഈ റൈറ്റ് സൈഡിലുള്ള ഈ മൈനസ് അത് ഇപ്പുറത്ത് പോകും, ഇവിടെയുള്ള മൈനസ് ഇപ്പുറത്ത് പോകും. പക്ഷെ അപ്പോഴും കുഴപ്പമൊന്നുമില്ല, സെയിം സ്ട്രക്ചർ അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും ഈ അറ്റത്ത് എന്താണ്, നെഗറ്റീവ് തന്നെ ആയതുകൊണ്ട് സിമെട്രി എന്ത് ചെയ്യുന്നില്ല, വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് സിഗ്മ പീസഡ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്ത് തന്നെയാണ്, ജെറേഡ് ആണ്. നമ്മൾ ആന്റിബോഡി എടുക്കുകയാണെങ്കിൽ ആന്റിബോഡിങ് ഷേപ്പ് ഞാൻ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. ആന്റിബോഡിങ് ഷേപ്പ് വരുന്നത് സബ്ട്രാക്ഷൻ അല്ലേ, ഇത്
ഇനി വേറെ പേജ് എടുക്കുന്നില്ല, ഇത് ഇവിടെ തന്നെ വരയ്ക്കാം. ഓക്കെ, മൈനസ് ആണ്. ആന്റിബോഡി വരുമ്പോഴോ അപ്പൊ എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും അല്ലെ. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇങ്ങനെ കിട്ടും. മോളിക്കുലർ ഓർബിറ്റിലാണ് പറയുന്നത് കേട്ടോ. പീസഡിന്റെ സിഗ്മ സ്റ്റാർ പീസഡ് ആന്റിബോഡി മോളിക്കുലർ ഓർബിറ്റിൽ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്. ഇത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഇതെന്താണ്? സിമെട്രി പ്രശ്നമാണ്. നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ പ്ലസ് ഉള്ളത് ഇവിടെ ഇപ്പുറത്ത് പോവും, ഇവിടെയുള്ള മൈനസ് ഇപ്പുറത്തും പോവും. അങ്ങനെ അത് എന്തായാലും ഒരുപോലെ കിട്ടൂല, വ്യത്യാസം വരും. അതുകൊണ്ട് ഇവിടെ എന്താണ്? അൺജെറേഡ്. അപ്പൊ സിഗ്മ സ്റ്റാർ പീസഡ് എന്ന് പറയുന്നത് എന്താണ്? അൺജെറേഡ് ആണ്. സിഗ്മ പീസഡ് എന്ന് പറയുന്നത് ജെറേഡ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ പീസഡിന്റെ കാര്യമായി. ഇനിയാണ് നമുക്ക് പൈയിലേക്ക് പോവാട്ടോ. അപ്പൊ നമ്മൾ സിഗ്മ 2 നോക്കി. ഈ പൈ ആണെങ്കിലോ പൈ നോക്കി നോക്കാം. ആദ്യം നമ്മൾ പൈക്ക് വേണ്ടി നമ്മൾ ഫോം ചെയ്യുന്ന പി വൈയും പി എക്സും അല്ലേ? പി വൈ എടുത്തു നോക്കാം. പി വൈയും പി എക്സും ഒരേപോലെ തന്നെയാണ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് പി വൈ മാത്രം എടുത്തു നോക്കാം. പി വൈ ഇങ്ങനെയാണ് പി വരിക അല്ലെ. പി വൈ ആട്ടോ, ഇത് പി വൈ ആണ്. ഓക്കെ, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് മൈനസ്, ഇങ്ങനെ രണ്ട് പി വൈ ഒരേപോലത്തെ രണ്ട് പി വൈ നമ്മൾ എടുത്തു. ഓക്കെ, ഇനി ഇതിന് ഇന്ററാക്ഷൻ പറയുന്നത് എന്ത് കിട്ടും? ഇന്ററാക്ട് നമുക്ക് കിട്ടുന്നത് ഇന്റർന്യൂക്ലിയർ ആക്സിസിന് എബൌട്ട് അല്ലെ, താഴെ മുകളിലായിട്ടാണ്, അല്ലെങ്കിൽ അലോങ് വരില്ല, അലോങ് വരാതെയാണ് താഴെ മുകളിലും ആയിട്ടാണ് എന്ത് ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി വരുന്നത്. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടാണ് ചെയ്യുന്നത്. ഏതാണിത്? സിഗ്മ വരുന്നത് പൈ അല്ലെ, പൈ പി വൈ. പൈ പി വൈ ആണ്. ഏതാണ്? ബോണ്ടിങ് എം ആണ് ഇത്, ബി എം ആണ് ഇത്. ഇവിടെ എങ്ങനെയാ? ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്, ഇങ്ങനെയല്ല വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ തന്നെ ഈ ഇന്റർന്യൂക്ലിയർ ആക്സിസിന് എബൌട്ട് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് എന്തായിട്ട് മാറും? പ്ലസും മൈനസും ആയിട്ട് മാറും. തിരിഞ്ഞു പോയില്ലേ? അയ്യോ, തിരിഞ്ഞു പോയി. യെസ്, തിരിഞ്ഞ പോലെ എഴുതണം. എന്തായിട്ട് മാറും? ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ തിരിയും. അപ്പൊ എന്താ? അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? അൺജെറേഡ് ആണ്. സിഗ്മ അല്ല പൈ പി വൈ അല്ലെ. പൈ പി വൈ എന്താണ്? അൺജെറേഡ് ആണ്. പൈന്റെ ബോണ്ടിങ് എംഒ ഏതാണ്? അൺജെറേഡ് ആണ്. ഇനി ഇതിന്റെ ആന്റിബോഡി കൂടി നോക്കിയാൽ മതി. ഇതിന്റെ ആന്റിബോഡി എന്ന് പറയുന്നത് ഇവിടെ തന്നെ സബ്ട്രാക്ട് ചെയ്യാണ്, ഒരേ പേജ് കാണിക്കാൻ വേണ്ടിയിട്ടാ. മനസ്സിലായല്ലോ? അപ്പൊ പിന്നെ നമുക്ക് എക്സാമിന് വരയ്ക്കൊന്നും വേണ്ട, നമുക്ക് കൺസെപ്റ്റ് മാത്രം മനസ്സിലായാൽ മതി. ഇത് രണ്ടും സെപ്പറേറ്റ് നമുക്ക് കിട്ടുന്ന പറയുന്നത് ഇങ്ങനെ കിട്ടും. ഓക്കെ, അയ്യോ വരച്ചല്ല, അലമ്പായി. കുറച്ച് വൃത്തിയിൽ വരയ്ക്കട്ടെ കേട്ടോ. ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ വരച്ചു. ഇവിടെ എന്താ വരിക? പ്ലസ് മൈനസ് മൈനസ് പ്ലസ്, ഇങ്ങനെ വരും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാലോ, ഇങ്ങനെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഈ മൈനസ് പ്ലസും തിരിഞ്ഞു പോകും. പക്ഷെ എന്തെന്നെയാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ കിട്ടും നമുക്ക്. അതായത് ഇത് ഈ പേജിൽ കൊള്ളില്ല കേട്ടോ. ഇപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത പേജിലേക്ക് വരയ്ക്കാം. ഓക്കെ, കാരണം അത് 2 റൊട്ടേഷൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. 2 റൊട്ടേഷൻ ചെയ്യുമ്പോഴേക്കും ഇവിടെ പേജ് തികയില്ല. ഒരു സെക്കൻഡ്, പുതിയ പേജ് എടുക്കട്ടെ. ഓക്കെ ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ എംഒ എന്ന് പറയുന്നത് അല്ലെ. അതായത് പി വൈന്റെ പൈ സ്റ്റാർ ആന്റിബോഡിങ് ഓർബിറ്റിലാണ് അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെയല്ലേ സംഭവം? വരച്ചു. ഓക്കെ, കിട്ടി. ഇനി ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റൊട്ടേറ്റ് നമുക്ക് എന്താ കിട്ടുക? ഈ മൈനസും പ്ലസും തലതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പോൾ ഇവിടെ മൈനസ് ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ് മൈനസ് ആവും. ഓക്കെ, പക്ഷെ ഇനി എന്തുണ്ട്? നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി എന്താണ്? ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. നമ്മൾ ഇങ്ങോട്ടുള്ള റൊട്ടേഷൻ, അതായത് ഇങ്ങനെയുള്ള റൊട്ടേഷൻ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സാധനം ഇത് എന്നുള്ളത് എന്താവും? ഇപ്പുറത്തോട്ട് പോകും അല്ലെ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? ഇത് ഇവിടേക്കാകും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മാറും. അപ്പൊ അങ്ങനെ മാറുമ്പോഴോ ഇവിടെ പ്ലസും മൈനസും ആകും, ഇവിടെ മൈനസും പ്ലസും ആകും. ഇത് തന്നെയല്ലേ നമ്മുടെ ഫസ്റ്റ് മോളിക്യൂൾ അല്ലെ. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ്? ഇത് ജെറേഡ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം അൺജെറേഡ് ആണ് വിചാരിച്ചിരിക്കാൻ പാടില്ല, ഇത് ജെറേഡ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ഇതേതാണ് ജെറേഡ്? പൈ സ്റ്റാർ പി വൈ ആണ് ഈ പറഞ്ഞത്. ഇനി പി എക്സ് ആണ് ഇങ്ങനെ തന്നെയാണ്, സെയിം തന്നെയാണ്. ജെറേഡ് അൺജെറേഡും അതിന്റെ ആന്റിബോണ്ടിങ് ജെറേഡ് ആണ്. പി വൈന്റെയും പി എക്സിന്റെ എന്താണ്? ആന്റിബോണ്ടിങ് ജെറേഡ് ആണ്. അവിടെ ബോണ്ടിങ് എന്തായിരുന്നു? അൺജെറേഡ് ആയിരുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സിമെട്രി വരുന്നത്. ഓക്കെ, ഇത് നമ്മള് ഇനി
അപ്പൊ ഇത് രണ്ടോട്ട് റൊട്ടേറ്റ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് അപ്പോഴും അൺജെറേഡ് ആണ്. നമ്മൾ ആദ്യത്തെ റൊട്ടേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി, രണ്ടാമത് റൊട്ടേറ്റ് ചെയ്താലും ഇങ്ങനെ റൊട്ടേഷൻ, അത് വ്യത്യാസം വരില്ല അല്ലെ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് അത് രണ്ടാമത് ചെയ്യാൻ കേട്ടോ. ഇവിടെ പക്ഷെ നമ്മൾ രണ്ടു വട്ടം ചെയ്ത് നോക്കണം. ആദ്യത്തെ നമ്മൾ ജസ്റ്റ് എല്ലാം കൂടി കാണാൻ നമ്മൾ വിചാരിക്കും അൺസിമെട്രിക്കൽ ആണ്, ഇവിടെ അവിടെ പ്ലസ് ഇവിടെ മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ രണ്ടു വട്ടം നമ്മൾ റൊട്ടേറ്റ് നോക്കി എന്താ കിട്ടുന്നത്, ഇവിടെ കിട്ടുന്ന ജെറേഡ് സിമെട്രിക്കൽ ആണെന്നാണ് കിട്ടുന്നത്. ബേസിക് നമ്മൾ എക്സാമിന് വേണ്ടി നമുക്ക് ഇത് ക്വിക്ക് ആയിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്കുള്ള മോളിക്കുലർ ഓർബിറ്റിൽ സിഗ്മ എസ്, അതായത് എസ് സിഗ്മ ഏതാണ്, ജെറേഡ് ആണോ അൺജെറേഡ് ആണോ, ജെറേഡ് ആണ് അല്ലെ. ഓക്കെ, സിഗ്മ സ്റ്റാർ എസ്, എസിന്റെ ആന്റി ബോണ്ടിങ് എന്തായിരുന്നു, അൺജെറേഡ് ആയിരുന്നു. ഇനി സിഗ്മ പി സെഡ്, പി സെഡിന്റെ ബോണ്ടിങ് എന്തായിരുന്നു, ജെറേഡ് ആയിരുന്നു. പി സെഡിന്റെ ആന്റി ബോണ്ടിങ് അൺജെറേഡ്. ഓക്കെ, ഇനിയോ ഇവിടെ കൊള്ളും, അവിടെ കൊള്ളും. ഇവിടെ സിഗ്മ അല്ല, ഈ പൈക്ക് പകരം സിഗ്മ അറിയാതെ വരുന്നതാണ് പൈ കേട്ടോ. പൈ പി വൈ അല്ലെങ്കിൽ പി എക്സ് ഏതാണെങ്കിലും എന്ത് വരും, അൺജെറേഡ് അല്ലെ. പിന്നെ പൈ സ്റ്റാർ പി വൈയോ പി എക്സോ ഏതാണെങ്കിലും പൈ സ്റ്റാർ ആന്റിബോഡി കാണുന്നുണ്ടെങ്കിൽ എന്ത് വരും, ജെറേഡും വരും. ഇപ്പൊ ഇവിടെ സിഗ്മ എസിന്റെ സിഗ്മയും അതുപോലെ പി സെഡ് സിഗ്മയും ബോണ്ടിങ് ആണ് ജെറേഡ്. രണ്ടൊന്നാ ബോണ്ടിങ് ആണ്, ബോണ്ടിങ് ആണ് ജെറേഡ്, ആന്റിബോണ്ടിങ് അൺജെറേഡ്. പൈന്റെ കേസ് എത്തുമ്പോൾ നമ്മൾ പൈന്റെ ബോണ്ടിങ് അൺജെറേഡ് ആണ്, ആന്റി ബോണ്ടിങ് ആണ് എന്ത്, ജെറേഡ് വരുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വ്യത്യാസം ഒന്ന് ഓർത്ത് വെക്കാം. ഇത് ബോണ്ടിങ് അല്ലെ, ബി എം ഒ ആണ്. ഇത് ആന്റി ബോണ്ടിങ് ആണ്, എ ബി എം ഒ, ബി എം ഒ, എ ബി എം ഒ, ബി എം ഒ, എ ബി എം ഒ. ഓക്കെ, എത്ര എന്തായി നമ്മൾ സിമെട്രി പഠിച്ചു, സെറ്റ് ആയില്ലേ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി ഇത് വെച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം യെസ്, ഇവിടാണ് ചോദ്യം. ഇതാണ് ക്വസ്റ്റ്യൻ. സിമെട്രി ഓഫ് ദി ആന്റിബോഡി മോളിക്കുലർ ഓർബിറ്റൽ formed by linear combination of px or py in a homonuclear polynuclear atomic molecule. Okay, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആന്റിബോഡി മോളിക്കുലർ ഓർബിറ്റിന്റെ സിമെട്രി ആണ്. അത് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെ, ലീനിയർ കോമ്പിനേഷൻ ഓഫ് പി എക്സ് ഓർ പി വൈ അല്ലെ. പി എക്സോ അല്ലെങ്കിൽ പി വൈയോ അതിന്റെ ആന്റിബോഡി പറഞ്ഞാൽ എന്താണ്, അത് പൈ ആണ്. അത് ആദ്യം നമുക്ക് അറിയണം. പി എക്സും പി വൈ എന്ന് കണ്ട അവിടെ എന്ത് ഫോം ചെയ്യുള്ളൂ, പൈ ഫോം ചെയ്യുള്ളൂ. ഇനി പൈന്റെ ആ ഫോം ചെയ്ത പൈ അതിന്റെ സിമെട്രി ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആന്റിബോഡി ആണ് പൈ സ്റ്റാർ എന്ന് കൊടുക്കുക. പക്ഷെ നമ്മൾ ഓപ്ഷനിൽ സിഗ്മയും പൈ മാത്രമേ ഉള്ളൂ. അതിന് ഒരു സ്റ്റാർ നമ്മൾ അറിയാൻ വേണ്ടി ഇടുന്നതാണ്. അതുകൊണ്ടായിരിക്കും ഓപ്ഷനിൽ എന്തില്ലാത്ത, സ്റ്റാർ ഇല്ലാത്ത. അവർ ഉദ്ദേശിക്കുന്ന ആന്റിബോഡി ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പൈ സ്റ്റാർ ഇല്ല വിചാരിക്കരുത്, അത് പൈ നമ്മൾ വിചാരിക്കാം. എന്നിട്ട് അതിന്റെ സിമെട്രി ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്, സിമെട്രി മാത്രമാണ്. അതായത് ജെറേഡ് ആണോ, ജെറേഡ് നമ്മൾ ജി എന്ന് കൊടുക്കുക, അത് ഞാൻ പറഞ്ഞില്ല അല്ലെ. ഇവിടെ ജി ആണ് കണ്ടോ. അൺജെറേഡ് യു എന്ന് സിമ്പിൾ ഉണ്ട് കേട്ടോ അതിന്. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ സിമ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, യു എന്നായിരിക്കും. അപ്പൊ ഇവിടെ എന്താ സിമെട്രി, എന്താ നമ്മൾ പഠിച്ചത്, ആന്റിബോഡിങ്ങിന് സിമെട്രി, ആന്റിബോഡിങ്ങിന് സിമെട്രി ജെറേഡ് ആണ് അൺജെറേഡ് ആയിരുന്നോ, പൈ വരുമ്പോ പി എക്സിന്റെയും പി വൈന്റെയും. യെസ്, നമുക്ക് വേണമെങ്കിൽ ക്വിക്ക് പോവാം. യെസ്, ഈ ലിസ്റ്റ് മാത്രം നോക്കി വെച്ചാൽ ഇത് തന്നെ കിട്ടും അല്ലെ. ആന്റിബോണ്ടിങ് ഓഫ് പൈ ഇതാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താ ആൻസർ, ജെറേഡ്. ആൻസർ എന്താ, ജെറേഡ്. കിട്ടിയില്ലേ, സിമ്പിൾ ആണ്. അപ്പൊ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ എന്താ, ആൻസർ എന്ത് കിട്ടും, പൈ എന്ത് വരും ഇവിടെ, പൈ ജി അല്ലെ, ജി വരും. ജി, പൈ ജി ആണ് ആൻസർ വരാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഏത് ചോദിച്ചാലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ക്ലിയർ ആയി. ഇനി നമുക്ക് പോവാനുള്ളത്, അടുത്ത ടോപ്പിക്ക് പോവാനുള്ളത് യെസ്, എനർജി ഓർഡർ ഓഫ് എംഒസ് ആണ്. എംഒസിന്റെ എനർജി ഓർഡർ ആണ്. അയ്യോ, ഒരു മിനിറ്റ്. എന്താണ് ഈ എനർജി ഓർഡർ എന്ന് പറയുന്നത്? നമ്മളിപ്പോ കുറെ എംഒസ് നമ്മുടെ കയ്യിലുണ്ട്. മോളിക്കുലർ ഓർബിറ്റിൽ സിഗ്മയും പൈയൊക്കെ കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഒരു മോളിക്യൂളിന് ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഇലക്ട്രോൺസ് നമ്മൾ ഈ എംഒയിൽ എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്തുണ്ട്, ഒരു എനർജി ഓർഡർ ഉണ്ട്. ആ ഓർഡർ നമ്മൾ രണ്ട് രീതിയിൽ പഠിക്കണം. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഒരു N2 പറഞ്ഞ മോളിക്യൂൾ ഉണ്ട്, നൈട്രജൻ മോളിക്യൂൾ. ഇത് രണ്ട് നൈട്രജൻ ആറ്റംസ് ചേർന്നിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഈ നൈട്രജൻ ആറ്റംസിലൊക്കെ എന്തുണ്ട്, അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്, എസും പി ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ മോളിക്കുലർ ഓർബിറ്റൽ. നമ്മൾ ഇത്രയും ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ ഇതിന്റെ ഈ ഇലക്ട്രോൺസിന്റെ N2ന്റെ മൊത്തം ഇലക്ട്രോൺസ് എന്നുള്ളത് എത്രയായിരിക്കും, 14 ഇലക്ട്രോൺസ് അല്ലേ. ഈ 14 ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ മോളിക്കുലർ ഓർബിറ്റലിലേക്ക് ഫില്ല് ചെയ്യണം. ഈ സിഗ്മയിലേക്കും പൈയിലേക്കും നമ്മൾ ഫില്ല് ചെയ്യണം. അതെങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് രണ്ട് രീതിയിൽ എനർജി ഓർഡർ വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ എണ്ണം 14 കുറവുള്ള 14ഉം 14നും കുറവുള്ളതും അതൊരു ഓർഡർ. അതുപോലെ ഇലക്ട്രോൺസിന്റെ എണ്ണം 14 കൂടുതലുള്ള മോളിക്യൂൾസ് രണ്ടാമത്തത്.
മനസ്സിലായി? ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് രീതിയിലുള്ള ഓർഡർ വരുന്നുണ്ട്. ആ ഓർഡർ എങ്ങനെ ഡിഫറെന്റ് രീതിയിൽ ഞാൻ പറയാം. ആദ്യം ഓർഡർ ഒന്ന് എഴുതട്ടെ കേട്ടോ. ഇപ്പൊ രണ്ട് ഡിഫറെന്റ് ഓർഡർ നമുക്ക് എഴുതണം. അത് എഴുതിയിട്ട് അതെന്താ ഡിഫറൻസ് ഉള്ളത് നമുക്ക് പറയാം കേട്ടോ. എങ്ങനെ എഴുതാം? ആദ്യം എഴുതുന്നത് ഒരു സെക്കൻഡ്, ലെസ് ദാൻ ഈക്വൽ ടു 40. ഇതാണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ശ്രദ്ധിക്കണേ, ഓർഡർ എന്ന് പറയുന്നത് ആദ്യം സിഗ്മ 1s ആണ് ആദ്യം. ഓക്കെ, രണ്ടാമത്തത് സിഗ്മ സ്റ്റാർ 1s, അതിന്റെ ആന്റി ബോണ്ടിങ് അല്ലെ, എനർജി ഓർഡർ ആട്ടോ, എനർജിന്റെ ഓർഡർ ആണ്. പിന്നെ സിഗ്മ 2s, പിന്നെയോ സിഗ്മ സ്റ്റാർ 2s. പിന്നെ അടുത്ത് വരുന്നത് സിഗ്മ 2pz, പിന്നെ വരുന്നത് പൈ 2px-ഉം പൈ 2py-യും. ഇത് രണ്ടിനും ഒരേ എനർജി ആണ്, ഒപ്പം എഴുതുന്ന ഒരേ എനർജിയാണ്. ഇനി അടുത്തത് ഇതിന് തന്നെ പൈന്റെ തന്നെ ആന്റി ബോണ്ടിങ്, പൈ 2px-ന്റെയും പൈ 2py-ന്റെയും ആന്റി ബോണ്ടിങ് ആണ് അടുത്തത്, 2py. കണ്ടോ, ഇത് എഴുതി. നമുക്ക് ബാക്കിയുള്ളത് ഈ സിഗ്മയുടെ ആന്റി ബോണ്ട്, സിഗ്മ 2pz-ന്റെ ആന്റി ബോണ്ടിങ്. ഇനിയും കുറെ ഉണ്ട്, നമുക്ക് ഇത്ര മോളിക്യൂൾ, ചെറിയ മോളിക്യൂൾസ് നമ്മൾ നോക്കുക, അതുകൊണ്ട് നമുക്ക് ഇത്ര മതി. സിഗ്മ സ്റ്റാർ 2pz ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് ലെസ് ദാൻ ഈക്വൽ ടു 14 അവസ്ഥ. ഇനി ഗ്രേറ്റർ ദാൻ 14 ആകുമ്പോഴോ, ഇവിടെ എഴുതാണ് ഗ്രേറ്റർ ദാൻ 14 ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, ചെറുതാക്കി എഴുതാണ്, ചിലപ്പോൾ രണ്ടും കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരേ സ്ഥലത്ത് എഴുതാൻ നല്ലത്, ഒരേ പേജിൽ എഴുതിയാലേ കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, 2s, ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് വരുന്നു, പൈ ആണ് വരുന്നത്. അതാണ് ഇവിടെ ഡിഫറൻസ് വരുന്നത് കേട്ടോ. എങ്ങനെ വരും? പൈ 2px-ഉം പൈ 2py-യും. ഇത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, കഴിഞ്ഞിട്ട് ആണ് സിഗ്മ 2pz വരുന്നത്, സിഗ്മ 2pz വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പൈ സ്റ്റാർ. ഓ, ഇവിടെ കൊള്ളൂലല്ലോ. അത് കഴിഞ്ഞിട്ട് സെയിം ആട്ടോ, അതായത് ഇത് തന്നെയാണ്. ഞാൻ വേറെ പേജിൽ എഴുതി നമുക്കിത് ഒരേപോലെ കാണാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് എന്താണ്, സെയിം തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ. അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതാലേ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ. ചെറുതായിട്ട് എഴുതാട്ടെ. ഇവിടെ പൈ സ്റ്റാർ 2px-ഉം പൈ സ്റ്റാർ 2py ഉണ്ട്. പിന്നെ സിഗ്മ സ്റ്റാർ 2pz, അത്രയാണ് വരുന്നത്. രണ്ടുമായി. ഇവിടെ എന്താ ഡിഫറൻസ്? ഇതിപ്പോ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 14 ഇലക്ട്രോൺസ് ഉള്ള കേസാണ് ഇത്. ഡിഫറൻസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ സിഗ്മ 2pz, ഈ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് ഇവിടെ സിഗ്മ 2pz ആണ്. ഇവിടെയോ, ഇവിടെ പൈ വന്നു അല്ലെ. ഇവിടെ രണ്ട് പൈന്റെ ബോണ്ടിങ്ങിന്റെ ആന്റിബോഡി, ഇതാണ് പൈന്റെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഇത് പൈന്റെ ആന്റിബോണ്ടിങ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ പൈന്റെ ബോണ്ടിങ്ങിന്റെ ആന്റിബോണ്ടിങ്, അത് px-ന്റെയും py-ന്റെയും ബോണ്ടിങ്ങിന്റെ ആന്റിബോണ്ടിങ്ങിന്റെയും ഇടയിലാണ് സിഗ്മ 2pz. ഇവിടെ സിഗ്മ 2pz ആദ്യം വന്നു, പൈന്റെ രണ്ട് ബോണ്ടിങ്ങും ആന്റിബോണ്ടിങ്ങും അടുത്തടുത്ത് വന്നു. അപ്പൊ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ലെസ് ദാൻ 14, ഗ്രേറ്റർ ദാൻ 14 മോളിക്യൂൾസ്, ഗ്രേറ്റർ ദാൻ 14 ഇലക്ട്രോൺ ഉള്ള മോളിക്യൂൾസിന്റെ കേസിൽ ഈ എസും pz തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതായത് എസ് ഓർബിറ്റലും pz ഓർബിറ്റലും തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് മിനിമം ആണ്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യാതെ അടുത്തടുത്ത് വരാത്തത്. ഓക്കെ, അതായത് ഈ എസും നമ്മുടെ ഈ pz തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇൻസിഗ്നിഫിക്കന്റ് ആണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതുന്നത്. അപ്പോ നേരെ മറിച്ച് ഈ കേസിൽ ലെസ് ദാൻ 14 അല്ലെങ്കിൽ ഈക്വൽ ടു 40 വരുന്ന കേസിൽ അവിടെ എന്താണ്, ഇവിടെ ഇന്ററാക്ഷൻ നല്ലോണം ഉണ്ട്, അതായത് എസും pz തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇതിന്റെ അടുത്ത് വരുന്നത്. ഓക്കെ, കാരണം ഈ കേസിൽ 2s-ഉം 2p-യും തമ്മിലുള്ള എനർജി ഡിഫറൻസ് കുറവാണ്. അങ്ങനെ എനർജി ഡിഫറൻസ് കുറവായതുകൊണ്ട് ഇവിടെ ഇന്ററാക്ഷൻ വരും. ഈ കേസിൽ എനർജി ഡിഫറൻസ് കൂടുതലാണ്, അതുകൊണ്ട് ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഡിഫറെന്റ് ഓർഡർ വരുന്നത്. നമുക്ക് എന്താ അറിയേണ്ടത്, ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് അറിയണം. ഇത് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ഗ്രേറ്റർ ദാൻ 14 ലെസ് ദാൻ 14 ഓർഡർ തെറ്റാനേ പാടില്ല. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ജസ്റ്റ് അറിയാൻ വേണ്ടി കൊടുത്താട്ടോ. ഇതിപ്പോ ഇവിടെ കണ്ടോ, സിഗ്മ 2s ഓർബിറ്റൽ, 2s രണ്ട് ആറ്റം, ഒരു ആറ്റം ഇവിടെ ഉണ്ട്, ഒരു ആറ്റം ഇവിടെ ഉണ്ട്. ഫസ്റ്റ് ആറ്റത്തിന്റെയാണ് കണ്ടോ AO കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ആറ്റത്തിന്റെ ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, രണ്ടാമത്തെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ രണ്ട് 2s, മൊത്തം 4 ഇലക്ട്രോൺ ആണ്. ഒരു 2s രണ്ടെണ്ണം, മറ്റേ ആറ്റത്തിന്റെ 2s രണ്ടെണ്ണം. അങ്ങനെ എന്ത് ചെയ്തു, ഇവിടെ 4 കിട്ടി. സിഗ്മ 2s ബോണ്ടിങ്ങിൽ രണ്ടെണ്ണം ഇട്ടു, പിന്നെ ആന്റി ബോണ്ടിങ്ങിൽ രണ്ടെണ്ണം ഇട്ടു. അങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക. ആദ്യം ബോണ്ടിങ്ങിൽ ഇങ്ങനെ എഴുതും, പിന്നെ ആന്റി ബോണ്ടിങ്ങിൽ പോയിട്ട് എഴുതും. ഓക്കെ, അങ്ങനെ എഴുതി. പിന്നെ വരുന്നത് സിഗ്മ 2s കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പൈ ആണ് വരുന്നത് അല്ലെ. പിന്നെ പൈ വരുന്ന ഏത് കേസാ, ഗ്രേറ്റർ ദാൻ 14 ആണോ ലെസ് ദാൻ 14 ആണോ? ആദ്യം പൈ വരുന്നത് ഏത് കേസിലാ, ലെസ് ദാൻ 14. അപ്പൊ ഇത് ലെസ് ദാൻ 14 ആണ്, ലെസ് ദാൻ 40 ഇലക്ട്രോൺ. അപ്പൊ അങ്ങനെ പൈ വന്നു, അതിൽ നമ്മൾ ഇലക്ട്രോൺസ് ആഡ് ചെയ്തു. പൈയിൽ ആഡ് ചെയ്യുന്ന px-ഉം py അല്ലെ, px-ഉം py-യും ഇവിടെ pz ഇലക്ട്രോൺ ഒന്നുമില്ല. രണ്ട് ആറ്റത്തിലും px-ഉം py-യിലും മാത്രം ഇലക്ട്രോൺ ഉള്ളൂ. മൊത്തം 4 ഇലക്ട്രോൺ ആണ് p ഓർബിറ്റൽ ഉള്ളത്.
അപ്പൊ ആദ്യം പൈ 2px ഉം പൈ 2p വരെ നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ 4 ഫില്ല് ചെയ്തപ്പോഴത്തേനും എന്ത് ചെയ്തു, ഇലക്ട്രോൺസ് തീർന്നു. പിന്നെ സിഗ്മ 2pz ഉം ബാക്കി പൈ സ്റ്റാർ ഒക്കെ എന്താണ് ഫ്രീ ആയിട്ട് കിടക്കാണ്. ഓക്കെ, ഇതാണ് ഇവിടെ എത്തിക്കുമ്പോൾ ഫില്ലിങ് നിന്ന്. അപ്പൊ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യണം. നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് മുകളിൽ ഇവിടെ ഫില്ല് ചെയ്താൽ നമ്മൾ ആൻസർ തെറ്റും. ആൻസർ വെച്ചാൽ നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം, അതൊക്കെ തെറ്റും. ഓക്കെ, അതിലേക്ക് പോവാം. ഇതെന്താണ് ഗ്രേറ്റർ ദാൻ 14 അല്ലെ? ഗ്രേറ്റർ ദാൻ 14ൽ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് വരിക. പിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ വ്യത്യാസം എന്താ, ആദ്യം സിഗ്മ 2pz വന്നു. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോണാണ് പറയുന്നത്, ഇവിടെ 1 2 4 ഇലക്ട്രോൺ ഉണ്ട് പിയിൽ മൊത്തത്തിൽ. ഇവിടെ 4 ഇലക്ട്രോൺ ഉണ്ട് പിയിൽ മൊത്തത്തിൽ. മൊത്തം 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. അപ്പൊ 2 എന്ത് ചെയ്തു, സിഗ്മ 2pz ഫില്ല് ചെയ്തു. പിന്നെ 2 പൈ 2px ഫില്ല് ചെയ്തു. പിന്നെ 2 പൈ 2p ഫില്ല് ചെയ്തു. പിന്നെ പൈ സ്റ്റാർ 2px 1, പൈ സ്റ്റാർ 2p 1. അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ px 2 കൊള്ളുമല്ലോ ശരിക്കും. പക്ഷെ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം ഹാഫ് ഫിൽഡ് ആക്കണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ രണ്ടാമത് കൊടുക്കാൻ പാടുള്ളേ. പിന്നെ നമ്മളിപ്പോഴും ചെയ്യുന്നതാണത്, ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലെ. ആദ്യം ഹാഫ് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 2 ഇലക്ട്രോണേ ബാക്കിയുള്ള 2 ഇലക്ട്രോണും കൂടി പൈ സ്റ്റാർ 2px കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പൈ സ്റ്റാർ 2px ഉം പൈ സ്റ്റാർ 2p സെയിം എനർജിയാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടും ഹാഫ് ഫിൽഡ് ആക്കണം. അതാണ് കൂടുതൽ സ്റ്റേബിൾ കണ്ടീഷൻ. ഓക്കെ, അല്ല ഈ 2 ഇലക്ട്രോണും കൂടിയിട്ട് പൈ സ്റ്റാർ 2px മാത്രം കൊടുക്കാനോ അല്ലെങ്കിൽ പൈ സ്റ്റാർ 2p മാത്രം കൊടുക്കാനോ പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ക്ലിയർ ആയി? എനർജി ഓർഡർ നമ്മൾ പഠിച്ചു. മോളിക്യൂൾ ഓർബിറ്റലിന്റെ എനർജി ഓർഡർ നമ്മൾ പഠിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് 1-2 മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത്ര കാണാൻ നമുക്ക് ടൈം ഉള്ളൂ, ബാക്കി നമുക്ക് നാളെ കാണാം. ഇപ്പൊ ബോണ്ട് ഓർഡർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ബോണ്ട് ഓർഡർ കേട്ടോ. ഇതെങ്ങനെ കാണാം? അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പഠിച്ച ഓർഡർ പഠിച്ചത്. സപ്പോസ് നമ്മുടെ മോളിക്യൂൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്യൂൾ. നമ്മൾ കണ്ടുപിടിക്കേണ്ട ഏതാ, ഹൈഡ്രജൻ മോളിക്യൂൾ. ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടായത് എങ്ങനെയാ, 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ് അല്ലെ. അപ്പോ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഒന്ന് വരയ്ക്കാം കേട്ടോ. പിന്നെ നമുക്ക് വരയ്ക്കൊന്നും വേണ്ട, നമ്മുടെ ഈ ഒരു ഇത് മാത്രം മതി, ഈ ഓർഡർ മാത്രം മതി. ജസ്റ്റ് ആദ്യത്തെ ആണ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. എങ്ങനെ വരും, ഇവിടെ 1s, ഒരു സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെ വരും. ഇവിടെ 1s ഓർബിറ്റൽ, ഇതാണ് 1s ഓർബിറ്റൽ. പിന്നെ ഒരു ഹൈഡ്രജന്റെ മറ്റേ ഹൈഡ്രജൻ 1s ഓർബിറ്റൽ ഇവിടെ ഉണ്ട്. ഇനി എങ്ങനെ ഫോം ചെയ്യും, മോളിക്യൂൾ ഓർബിറ്റൽ എങ്ങനെ ഫോം ചെയ്യാം? ഹയർ എനർജി ഇവിടെ, ലോവർ എനർജി ഇങ്ങനെ ഫോം ചെയ്യും അല്ലെ. ഇങ്ങനെ ഫോം ചെയ്യാം. അപ്പൊ ഇവിടെ ഇതെന്താണ്, സിഗ്മ 1s ആണ്. ഇതോ, ഇത് സിഗ്മ സ്റ്റാർ 1s, സിഗ്മ സ്റ്റാർ 1s. ഹൈഡ്രജൻ ഇത്രയും മതിയില്ലേ, കാരണം ആകെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ, 2 ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, അത്രയല്ലേ ഹൈഡ്രജനിലുള്ളൂ. ഒരു ഇലക്ട്രോൺ ഇവിടെ വരും, ഒരു ഇലക്ട്രോൺ ഇവിടെ വരും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴോ, ഇവിടെ സിഗ്മ 1s 2 ഇലക്ട്രോൺ. പിന്നുണ്ടോ, സിഗ്മ സ്റ്റാർ 1s കൊടുക്കാനൊന്നുമില്ല അല്ലെ. ആദ്യം സിഗ്മ 1s 2 ഫിൽ ആയിപ്പോയി. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കണം കേട്ടോ. നമ്മൾ ഹാഫ് ഫിൽഡ് ആക്കുന്ന ഏത് കേസ് ആയിരുന്നു, px py കേസ് ആയിരുന്നു. പൈന്റെ കേസ് 2 കാരണം എന്താ, ഇതിന് രണ്ടിനും ഒരേ എനർജി ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഹാഫ് ഫിൽഡ് ആക്കിയിട്ട് പിന്നെ കംപ്ലീറ്റ് ആക്കണം എന്ന് പറയുന്നത്. ഈ കേസ് നമ്മൾ ഫുൾ ഫിൽ ആക്കിയിട്ട് തന്നെ പോകണം. ഓക്കെ, ഇനി നമുക്ക് ബോണ്ട് ഓർഡർ എങ്ങനെ കാണുക വെച്ചാൽ, ബോണ്ട് ഓർഡർ കാണുന്നുണ്ടെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് ബോണ്ട് ഓർഡർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA. അതായത് NB എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്യൂൾ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അതാണ് NB. NA എന്ന് പറഞ്ഞാൽ ആന്റിബോഡിയിൽ, ഇത് പറയുന്നത് എന്താണ്, BMO എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഇത് പറഞ്ഞാൽ ABMO എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് NA എന്ന് പറയുന്നത്. രണ്ടും എന്താ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു ഇവിടെ NB എന്താ 2 ഇലക്ട്രോൺ അല്ലെ. ഇവിടുത്തെ ബോണ്ടിങ് എമ്മോ സിഗ്മ 1s ആണ്, സിഗ്മ സ്റ്റാർ 1s ആന്റിബോണ്ടിങ് എമ്മോ ആണ്. അപ്പോൾ ഇവിടെ സിഗ്മ 1s 2 ഇലക്ട്രോൺ, ആന്റിബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ ഉണ്ടോ, ഇല്ല. നമ്മൾ മോളിക്യൂൾ ഓർബിറ്റിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. സീക്വൽ ടു എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു 2 ചെയ്താൽ 1 കിട്ടും. കിട്ടി. അതിനർത്ഥം എന്താ, H അല്ലെ, 2 Hന്റെ ഇടയിൽ ഒരു ബോണ്ടാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ബോണ്ട് ഓർഡർ നമുക്കൊരു വാല്യൂ കിട്ടി, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. അതിനർത്ഥം എന്താ, ഹൈഡ്രജൻ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ഇവിടെ 1 കിട്ടിയതുകൊണ്ടാണ് സ്റ്റേബിൾ ആവുന്നത്. നേരെ 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അൺസ്റ്റേബിൾ എന്ന് പറയും. അതിന് എക്സാമ്പിൾ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്, ഹൈഡ്രജൻ സ്റ്റേബിൾ ആണ്, ബിക്കോസ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വാല്യൂ ബോണ്ട് ഓർഡർ ആയി കിട്ടി. പിന്നെ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല അല്ലെ. ഇവിടെ രണ്ടും എന്താണ്, ഒരുമിച്ച് പെയർഡ് ആയി നിൽക്കില്ല. അതുകൊണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, മാഗ്നറ്റിക് ബിഹേവിയർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയാമാഗ്നറ്റിക് എന്ന് പറയാം. ഓക്കെ, അതും കൂടി ഇതിനൊപ്പം പറയാം. അപ്പൊ സ്റ്റെബിലിറ്റി ആണ് കാര്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ക്ലിയർ ആയില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഇത്ര മതി കേട്ടോ. ബാക്കി ഇനി കുറച്ചും കൂടി മോളിക്യൂൾസിന്റെ ബോണ്ട് ഓർഡർ നോക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നിപ്പോ ടൈം കുറേ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം.